ഹലോ ഗൈസ്, ഞാൻ റിഷ്ല. എൻ്റെ പേര് റിഷ്ല എന്നാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ മോൻ്റെ ഒരു ഷോർട്ട് വീഡിയോ, ഇതിൻ്റെ വീഡിയോ മോർ ദാൻ 30 lakh എബോവ് ആളുകൾ കണ്ട് ഒരുപാട് ലൈക്സും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അതിൽ ഒരുപാട് പേര് കമൻസിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മോൻ്റെ കയ്യിൽ എന്താ പറ്റിയത്, പിന്നെ അനോമലി സ്കാനിങ്ങിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കമൻസ് ത്രൂ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു റിപ്ലൈ എന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മൊത്തം 3 മക്കളാണ്. വലിയ ആൾക്ക് 8 വയസ്സായി, അവൾ ഇനിയിപ്പോൾ സ്കൂൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 4ലേക്ക്. രണ്ടാമത്തെ ആൾക്ക് 5 വയസ്സ്, ഇനിയിപ്പോൾ ഓപ്പൺ ചെയ്താൽ UKG-യിലേക്ക്. പിന്നെ മൂന്നാമത്തെ ആളാണ് മോനിവിടെ കളിക്കുന്നുണ്ട്. ഇതാ, അവന് വണ്ടീൻ്റെ ഭയങ്കര ഭ്രാന്താണ്. വണ്ടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അവന്. എൻ്റെ ബ്രദറിനെ പോലെയാണ്. എൻ്റെ ബ്രദർ വണ്ടീൻ്റെ ഭയങ്കര ക്രേസുള്ള ആളാണ്. അപ്പോൾ പോയിന്റിലേക്ക് വരാം. എന്തെങ്കിലും വീഡിയോ എടുക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, ഫസ്റ്റ് ടൈമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ മോൻ്റെ സ്കാനിങ് ഒന്നും ഞങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടില്ല. എല്ലാ സ്കാനിങ്ങും പ്രോപ്പറായിട്ട് തന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഐ തിങ്ക് അനോമലി സ്കാനിങ് 6th month സ്റ്റാർട്ടിങ്ങിലുള്ള സ്കാനിങ്ങിലാണ് ഇങ്ങനെ ഓരോരോ ഓർഗൻസിൻ്റെ കാര്യങ്ങളും പിന്നെ ബോഡി പാർട്സിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുക. ആ സ്കാനിങ് ഞങ്ങൾ ഓഫ്കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല മോൻ്റെ കൈ ഒന്നും അതിൽ ക്ലിയർ അല്ലാത്ത കാരണം അവർ ഞങ്ങൾ രണ്ടാമത് ഒന്നും കൂടി ഈ അനോമലി സ്കാൻ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നല്ല ചെയ്തത്, എൻ്റെ ഫാദറിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ക്ലിനിക്ക് ഉണ്ട്, അവിടെ നിന്നാണ് ചെയ്തത്. അതൊന്നും പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അവിടെ നിന്നാണ് ചെയ്തത്. പക്ഷെ അന്ന് ഞങ്ങൾക്ക് അതിന് ചെയ്യാൻ പോകാൻ പറ്റിയില്ല. കാരണം എൻ്റെ രണ്ടാമത്തെ മോള് അലർജിക്കാണ്. ആൾക്ക് ചെറിയ പുക, ചന്ദനത്തിരി, മെഴുകുത്തിരി, അങ്ങനത്തെ ചെറിയ പുകകളാണെങ്കിലും സാധാ അടുപ്പിൻ്റെ പുകയൊന്നും അവൾക്ക് പറ്റില്ല. എപ്പോഴും അവൾക്ക് കഫക്കെട്ട്, പനി ഇതൊക്കെ. ഞങ്ങൾ എപ്പോഴും മോളെ കൊണ്ട് ഡോക്ടേഴ്സിന് ഒരുപാട് ഡോക്ടേഴ്സിനെ മാറി കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു തിരക്കിപ്പെട്ടായിരിക്കുമായിരുന്നു അന്നും. പിന്നെ നമ്മൾ ആരും ഇങ്ങനെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം. കാരണം മൂത്ത 2 മക്കൾക്കും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓഫ് കോഴ്സ് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ അത് അത്ര സീരിയസ് ആക്കി എടുത്തില്ല. അതാണ് ഒന്നാമത്തെ കാരണം. സീരിയസ് ആക്കി എടുത്തില്ല, നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പിന്നെ എല്ലാ സ്കാനിങ്ങും ഒക്കെ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഡെലിവറി ടൈമിലാണ് ഡെലിവറി കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ മോൻ്റെ കൈയിന് ലെങ്ത്ത് കുറവാണെന്നുള്ളതും പിന്നെ 2 കൈയിനും 2 വിരലുകളേ ഉള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡെലിവറി കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. ഒബ്വിയസ്ലി ആ സമയത്ത് സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നു. ഒരുതരം അവസ്ഥ തന്നെ, മരവിച്ചൊരവസ്ഥ തന്നെയായിരുന്നു. പിന്നീട് നമ്മളതിനെ ഏറെക്കുറെ ഓവർകം ചെയ്ത് വന്നു. ഇപ്പോഴും ഓവർകം ചെയ്ത് വന്നിട്ടുണ്ട് നമ്മൾ. മോനെ ഇപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിക്കുന്നുണ്ട്. മോനെ കാണിച്ചിട്ടുള്ളത്, ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ ഗംഗ ഹോസ്പിറ്റൽ ഗംഗ, കോയമ്പത്തൂർ. അവിടെ ഡോക്ടർ രാജസഭാപതി എന്നുള്ള ഒരു ടോപ്പ് പ്ലാസ്റ്റിക് സർജനാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ സർജറി പറഞ്ഞിട്ടുണ്ട്. മോനെ 3 വയസ്സ് കഴിഞ്ഞിട്ടാണ് സർജറി ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സർജറി എന്താണ് ചെയ്യുന്നത് വെച്ചാൽ അവൻ്റെ 2 കൈയിനും ഇവിടെ വരെ, ഈ ഒരു ഭാഗം വരെ എല്ലുണ്ട്. ഈ വിരലുകളാണ് ആകെ 2 വിരൽ മൊത്തമുള്ളത്. 2 വിരൽ കറക്റ്റായിട്ടുണ്ട്. പിന്നെ 2 കൈയിനും തള്ളവിരലിന് പകരം ഇവിടെ ഈ വിരലില്ല, ചെറിയൊരു പീസ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് എല്ലൊന്നുമില്ല. ഇവിടം വരെ എല്ലുണ്ട്. ഇവിടം വരെ ഇത്രയും ഭാഗത്ത് എല്ലുണ്ട്. ബാക്കി 2 വിരലിനും മൊത്തം വിരലുണ്ട്. അപ്പോൾ തള്ളവിരൽ തമ്പ് നമുക്ക് വയ്ക്കാമെന്ന് പറഞ്ഞു ഡോക്ടർ. 2 കൈയിനും തമ്പ് നമുക്ക് വയ്ക്കാം. ഇവിടെയുള്ള ചെറിയൊരു പീസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് തമ്പ് വയ്ക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് സർജറി ചെയ്യാൻ 3 വയസ്സ് ആവണം.
ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 2 കൈയിൻ്റെയും ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് 2 കൈയിൻ്റെയും ഈ തമ്പിൻ്റെ ആ പീസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കാലിൽ സെക്കൻഡ് വിരൽ, രണ്ടാമത്തെ വിരൽ വിത്ത് വെയിൻ ഞരമ്പോട് കൂടെ ഇവിടെ നമുക്ക് സർജറി ചെയ്ത് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഇവിടെ പിടിപ്പിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഞരമ്പോട് കൂടെ എടുത്ത് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ഭാവിയിലേക്ക് അത് വളരും. നോർമൽ നമ്മുടെ വിരലുകൾ വളരുന്ന പോലെ മോൻ വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് വിരലുകളും വലുതാവും. അങ്ങനെ ആവുമ്പോൾ മോന് പിടിക്കാൻ പെൻസിലും പെന്നൊക്കെ പിടിക്കാനും നമുക്ക് എന്ത് കാര്യത്തിനും തമ്പ് വേണമല്ലോ. അപ്പോൾ പെന്നൊക്കെ പിടിക്കാൻ നമുക്കത് ഹെൽപ്ഫുൾ ആവുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിന് 3 വയസ്സ് കഴിയണം. അപ്പോൾ നമ്മൾ 6 മന്ത്സ് കൂടുമ്പോൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, ഡോക്ടർ കാണിക്കുന്നുണ്ട്. നമ്മൾ ഇതിപ്പോൾ കോയമ്പത്തൂർ കുറച്ച് ലോങ് ആയത് കാരണം ഞങ്ങളെ വീട് വരുന്നത്, ഞങ്ങൾ താമസിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ്. എൻ്റെ വീട് പെരിന്തൽമണ്ണ ടൗണിൽ തന്നെയാണ്. ഹസ്ബൻഡിൻ്റെ വീട് ചീരട്ടമണ്ണ കുറച്ച് ഉള്ളിലേക്കാണ്. അപ്പോൾ നമുക്കിവിടെ നിന്ന് കുറച്ച് ലോങ് ആണ്, ഒരു 4-5 hours എന്തായാലും ഇവിടെ നിന്നുണ്ട് നമുക്ക് ട്രാവലിങ്. അപ്പോൾ നമുക്ക് അടുത്ത് ഇവിടെ എവിടെയെങ്കിലും വല്ല തൃശ്ശൂരോ കോഴിക്കോടൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഇതേപോലത്തെ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ നമ്മൾ അന്വേഷിച്ച് നോക്കി. നമ്മൾ തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ കാണിച്ചപ്പോൾ അവിടുന്ന് ഡോക്ടർ കുര്യൻ സാറ് നമ്മളെ ചാലക്കുടിയിലുള്ള ഒരു ബിനോയ് ശ്രീനിവാസൻ എന്നാണ് എന്തോന്നാണ്, ബിനോയ് ആണ് ഡോക്ടർ. ചാലക്കുടി സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിലുള്ള ബിനോയ് ഡോക്ടർ നമുക്ക് റെഫർ ചെയ്തു. ഈ ഹാൻഡ് സ്പെഷ്യലിസ്റ്റ്, മൈക്രോ സർജൻ, ഹാൻഡ് സ്പെഷ്യലിസ്റ്റുകൾ നമ്മൾ ഇവിടെ 2 ഡോക്ടേഴ്സേ ഉള്ളൂ. ഒന്ന് ചാലക്കുടിയിലും പിന്നെ ഒന്ന് തിരൂരോ, അതെവിടെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നമുക്ക് വേഗം സൗകര്യം ചാലക്കുടിയാണല്ലോ. നമുക്ക് സൗകര്യം ചാലക്കുടി ആയതുകൊണ്ട് നമ്മൾ അപ്പോൾ അന്ന് തന്നെ അവിടെ നേരിട്ട് അവിടെ ചാലക്കുടി പോയി അവിടെ ഡോക്ടർ ബിനോയ് സാറിനെ കണ്ടപ്പോൾ സാറ് നമ്മൾ ആദ്യമേ കാണിച്ച ഡോക്ടർ രാജസഭാപതി സാർ, ഗംഗ ഹോസ്പിറ്റലിലുള്ള മെയിൻ സർജൻ്റെ സ്റ്റുഡൻ്റാണ്. ഈ ബിനോയ് സാറ് ഞങ്ങളെ അഗെയിൻ രാജസഭാപതി സാറിനെ തന്നെയാണ് റെഫർ ചെയ്തത്. നമ്മളവിടെ പറഞ്ഞില്ല, ഇങ്ങനെ നമ്മൾ ആദ്യം പോയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സാറിനോട്. സാറ് നമുക്ക് ബെസ്റ്റ് സർജനാണ്, നിങ്ങൾ അവിടെ കാണിക്കുന്നതാണ് ബെറ്റർ, എൻ്റെ പ്രൊഫസറാണ് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് റെഫർ ചെയ്തു. പ്ലസ് അതിൻ്റെ ഒപ്പം തന്നെ മോൻ്റെ എക്സ്റേ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് ഫസ്റ്റ് എക്സ്റേ എടുത്തപ്പോൾ ഈ മുട്ടിൻ്റെ ഇവിടം വരെ എല്ലുള്ളൂ 2 കൈയിനും. പിന്നെ കൈയിൻ്റെ ഈ 2 വിരലിനും തമ്പിൻ്റെ ഇതുവരെ മാത്രമേ എല്ലുള്ളൂ. ഇവിടുത്തെ ഈ എല്ല് ഇല്ല, ഈ ഇവിടുത്തെ ഈ ജോയിൻറ്റ് ക്ലിപ്പിംഗ് അതും ഇല്ല. ഡെലിവറി ടൈമിൽ എക്സ്റേ എടുത്ത സമയത്ത് നമ്മൾ ഇവിടെ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ അവിടെ വന്നിട്ട് എക്സ്റേ എടുത്തപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡിന് ഇവിടെ ഒരു എല്ല് ഗ്രോത്ത് കാണുന്നുണ്ടായിരുന്നു, അന്ന് വിസിബിളായി. അത് ജസ്റ്റ് ഒരു 1 inch ലെങ്ത്തിൽ നമുക്ക് കണ്ടത്. അത് അവിടുന്ന് കണ്ടു. അപ്പോൾ സാറ് പറഞ്ഞു നമുക്ക് നോക്കാം, ഇത് ഗ്രോത്ത് വരുമോ എന്താണ് ഇതിൻ്റെ, നമുക്ക് നോക്കാമെന്നാണ് സാറ് പറഞ്ഞത്. അപ്പോൾ നമ്മളങ്ങനെ ഇനിയിപ്പോൾ അത് നേരെ നമ്മൾ ആ എക്സ്റേ റിപ്പോർട്ടും കാര്യങ്ങളായിട്ട് നമ്മൾ കോയമ്പത്തൂർ പോയി. അവിടെ കാണിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ 6 മാസം കൂടുമ്പോൾ നമ്മൾ പോകുമ്പോൾ ഒക്കെ എക്സ്റേ എടുക്കാറുണ്ട്. അപ്പോൾ ചെറിയ മാറ്റം കാണുന്നുണ്ട്, അത് ഗ്രോത്ത് ഉണ്ട് ആ എല്ലിന്. നമുക്ക് നോക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് ജനുവരിയിൽ പോയപ്പോൾ സാർ പറഞ്ഞത് ഇനി മോന് 3 വയസ്സ് തികയട്ടെ, അതിനുശേഷം നമുക്ക് നിങ്ങൾ ഒന്നുകൂടെ അടുത്ത ജനുവരി തന്നെ നിങ്ങൾ വരും, എന്നിട്ട് നമുക്ക് എക്സ്റേ എടുത്തിട്ട് എത്രത്തോളം ഡെവലപ്മെൻറ്റ്സ് ഉണ്ട് നോക്കിയിട്ട് നമുക്കൊരു ഡേറ്റ്, സർജറിക്കുള്ളൊരു ഡേറ്റ് ഫിക്സ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് ജനുവരിയിൽ മോന് 3 വയസ്സായതിന് ശേഷം പോയിട്ട് അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അപ്പോൾ നോക്കിയിട്ട് നമ്മളത് വീഡിയോ ത്രൂ അല്ലെങ്കിൽ ഷോർട്സ് ത്രൂ നമ്മളത് പറയുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു എല്ലാവരും. മോൻ്റെ വീഡിയോന് ഇത്രയധികം സപ്പോർട്ട് ചെയ്തതിനും താങ്ക്സ്. പിന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഒക്കെ ചെയ്യണം. താങ്ക് യു സോ മച്ച്.
ഞാൻ ഷാനോട് പറഞ്ഞു മുക്താർ കുറച്ച് ടൈറ്റ് ആയിക്കണം എന്ത് സംഭവം ഊർക്കായി കുറച്ച് അറിയായിട്ടാണ് പിന്നെ കച്ചവടം കിട്ടിയിട്ട് ഷാന ഞാൻ പറഞ്ഞു കുറെ പൈസ അങ്ങോട്ടൊക്കെ വിൽക്കുന്ന പറഞ്ഞു അതൊക്കെ അതിന് പരിചയമല്ല അതിൻ്റെയാണ് ഈ കച്ചവടം പെരുന്നാൾക്ക് വെറുതെ അങ്ങോട്ട് കൊണ്ടുവന്നു കുറെ ആൾക്കാർക്ക് കുഴപ്പമില്ല കുറെ ആൾക്കാർക്ക്